ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എൻ്റെ ഡെലിവറി വ്ളോഗ് ആട്ടോ. ഫീവറായിട്ട് ഞാനൊരു 1 വീക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയപ്പോൾ തന്നെ എൻ്റെ ഡെലിവറി ഡേറ്റ് അങ്ങോട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഗൈനക്ക് പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ വീട്ടിൽ പോകുന്നത്, നമുക്ക് ഡെലിവറി കഴിഞ്ഞ് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഇത് ജൂൺ 26-ാം തീയതിത്തെ വീഡിയോ ആണ്. 27-ാം തീയതിയാണ് നമ്മുടെ ബേബി വരുന്നത്. 26-ാം തീയതി വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേക്കും എനിക്ക് ട്യൂബ് ഇട്ടിരുന്നു. പെയിൻ വരാനും പിന്നെ വികസനം വരാനൊക്കെ തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. ഒരു കാര്യം നന്നായിട്ട് അറിയാം, നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും. പിന്നെ ഇടവിട്ട് ഒരു വേദനയും വരുന്നുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞു, മാക്സിമം നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, വേദന കുറച്ച് സഹിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് ഡെലിവറി ആവുമല്ലോ എന്ന്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ കുറേ നടക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴത്തേക്കും അച്ഛനും ഏട്ടനും പാപ്പനും ചേച്ചിയും പിന്നെ ഉമേഷേട്ടനൊക്കെ കൂടി വന്നിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഓരാണെങ്കിൽ ഫുൾ ചളിയടിച്ച് ചിരിപ്പിക്കാൻ നോക്കിയിരുന്നു. എൻ്റെ കിടപ്പാടം വരെ അവർ കീഴടക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് കിടക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാത്തൊരവസ്ഥയിൽ പോയി. അവരൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നേരം അങ്ങനെ സമയം പോയി. എനിക്കിപ്പോൾ നല്ല പെയിൻ വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ വിചാരം നൈറ്റിന് ഡെലിവറി ഉണ്ടാവുന്ന. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. പാർട്ട് 2 കാണാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.